നമസ്കാരം. യുക്രൈൻ സുരക്ഷാ ഉറപ്പുകൾ നൽകേണ്ടത് യൂറോപ്പാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തന്നെ സുരക്ഷാ ഉറപ്പ് ലഭിക്കില്ലെന്നും ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ വെച്ച് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ സ്റ്റാർമറുമായി തന്നെ കൂടിക്കാഴ്ച നടക്കാനിരിക്കവെയാണ് ട്രംപിന്റെ പ്രസ്താവന. റഷ്യയിൽ നിന്ന് സുരക്ഷാ ഉറപ്പ് തന്നാൽ ധാതു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ തന്നെ എന്ത് കരാറിന് സന്നദ്ധമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെത്തി കരാർ ഒപ്പിടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഉറപ്പ് ലഭിക്കാത്തതാണ് സെലൻസ്കിയുടെ വരവ്. ട്രംപ് സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് യുക്രൈൻ കരാറിന് വഴങ്ങിയത്. അമേരിക്കയും യുക്രൈനും സംയുക്തമായി വികസിപ്പിക്കുന്ന ധാതു സമ്പത്തിൽ നിന്ന് 50,000 കോടി ഡോളറിന്റെ വരുമാനം വേണമെന്നാണ് ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക യുക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന് തുല്യമാണിതെന്നാണ് ട്രംപിന്റെ വാദം. അതിന് പ്രതിഫലമായി തന്നെ യുക്രൈനിലെ അത്യപൂർവ അതിർത്തികളിൽ തന്നെ പകുതി അവകാശമാണ് ട്രംപ് ചോദിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ യുദ്ധാനന്തരം യുക്രൈനിൽ സമാധാന സേന നിലനിർത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു. എന്നാൽ സെലൻസ്കി ഇതിനെ എതിർത്തതോടെയാണ് ഭേദഗതി വരുത്താൻ തയ്യാറായത്. അതേസമയം യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ച് കരാറിൽ വ്യക്തമായി തന്നെ പറയുന്നില്ലെന്നാണ് സൂചന. യുക്രൈൻ ഉയർത്തിയ പ്രധാന ആവശ്യങ്ങളിൽ എങ്കിലും ഇത് പറയുന്നുണ്ട്. കരാറിന്റെ നേട്ടമെന്നാണ് യുക്രൈൻ നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. കരാറിനെ തുടർന്ന് യുക്രൈനിൽ സൈനിക സഹായവും പോരാട്ടം തുടരുന്നതിനുള്ള അവകാശവും ലഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ തന്നെ എത്തുന്നവരുടെ യുക്രൈനിലുള്ള സൈനിക സഹായം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാർ പ്രകാരം യുക്രൈന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിക്കുന്നുവെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംയുക്ത ഉടമസ്ഥയിലുള്ള ഫണ്ട് രൂപം നൽകുമെന്നും പറഞ്ഞു. തങ്ങളുടെ ധാതു സമ്പത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി യുക്രൈൻ ഈ ഫണ്ടിലേക്ക് മാറ്റിവെക്കും. അത് രാജ്യത്തെ വികസന പ്രവർത്തനത്തിന് നേരെ ഉപയോഗിക്കുമെന്നും പറയുന്നു. വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായാണ് കരാർ. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകി യുക്രൈൻ ഉപപ്രധാനമന്ത്രി തന്നെ ഓൾഹ സ്റ്റോഫെനൈഷൈന പറഞ്ഞത്. അമേരിക്കയുമായി കൂടുതൽ സഹകരണത്തിന് കരാർ വഴിവെക്കുമെന്നാണ് യുക്രൈന്റെ പ്രതിഷേധം. എന്നാൽ യുക്രൈന് US നിന്ന് തന്നെ സുരക്ഷ ഉറപ്പൊന്നും കരാറുകാർ വാഗ്ദാനം ചെയ്യുന്നില്ല. റഷ്യയോട് പോരാടുന്നതിന് യുക്രൈൻ തുടർന്നും ആയുധങ്ങൾ നൽകുമെന്നും പറയുന്നില്ല. അതേസമയം സ്വതന്ത്ര പരമാധികാര സുരക്ഷിത യുക്രൈനാണ് US ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു. ഭാവിയിൽ US യുക്രൈന് ആയുധങ്ങൾ നൽകുന്ന കാര്യം ചർച്ചയിലുണ്ടെന്നും ബന്ധപ്പെട്ട കേന്ദ്ര വാർത്തകൾ തന്നെ വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു തന്നെ കരാർ ഒപ്പിടാൻ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെത്തുമെന്നും US ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പ്രകൃതി വിഭവ കരാറും യുക്രൈന്റെ ഭാവി സുരക്ഷയും ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച US പോകുമെന്ന് സെലൻസ്കിയും പറഞ്ഞു. കരാറിൽ ഒപ്പുവെക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ എത്തും. താൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷമാണ് ഇതിനായി അദ്ദേഹം സ്വീകരിച്ച മാർഗം ഇപ്പോൾ യുക്രൈനും യൂറോപ്യനും യൂണിയനും ഇപ്പോൾ അമ്പരപ്പിക്കുന്നതായി മാറുന്നത്. ധാതുക്കൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതായിരുന്നു ഇതെല്ലാ സംഭവങ്ങളും.